സുനാമിയിൽ അവസാനിക്കാവുന്ന മനുഷ്യവർഗം എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ചെറിയ ജീവിതകാലത്ത് ആയുധങ്ങൾക്ക് പിറകെ, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പിറകെ, മനുഷ്യനെ കൊല്ലുന്ന പ്രവർത്തനങ്ങൾക്ക് പിറകെയൊക്കെ മാറും. ഓരോ കൊല്ലം ചെല്ലുന്തോറും വളരെ വ്യാപകമായ രീതിയിൽ പണം കേന്ദ്രസ്ഥാനത്ത് വരുന്നു. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ ഉണ്ടാകുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. കേരളത്തിൽ പണ്ടൊന്നുമില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക ഭീകരത വളർന്നു വരുന്നു. സാമ്പത്തിക ഭീകരത എന്നൊരു വാക്കുണ്ട്, അത് ആളുകൾ പറയാത്തൊരു വാക്കാണ്. സാമ്പത്തിക ഭീകരതയുടെ ഉപോൽപ്പന്നങ്ങളായിട്ടാണ് മതഭീകരത, ജാതി ഭീകരത, രാഷ്ട്രീയ ഭീകരത, വ്യക്തി ഭീകരതയൊക്കെ ഉണ്ടാകുന്നത്. അടിസ്ഥാനപരമായിട്ടത് സാമ്പത്തിക ഭീകരതയുടെ ഭാഗമാണ്. പണം എന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താനും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കാനും മറ്റുള്ളവരുടെ നീതി നിഷേധിക്കാനും എവിടെയും കടന്നു ചെന്ന് സമ്പത്തുള്ള ചെറിയ ആളുകളുടെ, കുറച്ച് ആളുകളുടെ മാത്രം സ്വാർത്ഥം പൂജിപ്പിക്കാനുമുള്ള ഒരു വാഹനമായിട്ട് മാറുമ്പോൾ, പണം സ്വാർത്ഥത്തിന്റെ മാത്രം വാഹനമായിട്ട് മാറുമ്പോൾ മനുഷ്യൻ കേവലം ഉൽപ്പന്നങ്ങളോ കേവലം തവിട്ടി മറിക്കുന്ന ഒരു വിലയുമില്ലാത്ത വസ്തുക്കളോ ആയിത്തീരും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കേരളീയ സമൂഹം അകപ്പെട്ടിരിക്കുമ്പോൾ കന്നഡയൊക്കെ പറഞ്ഞാൽ മതി. കന്നഡ വേണമെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ട വയസ്സായിരിക്കുന്നു കന്നഡ വയ്ക്കാത്തത് പുറത്ത് അറിയിക്കേണ്ട പറ്റില്ല. ഞാൻ വയസ്സിനെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ മാഷന്മാരെ കണ്ട് തന്നെ വയസ്സ് മറന്നുപോയത്. അപ്പൊ വീണ്ടും കണ്ണ് കുറേശ്ശെ കാണാതെയായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ ആണ് ചുറ്റും. സത്യത്തിൽ എനിക്ക് ഭയമുണ്ട്. ഭയം നമ്മെ കുറിച്ച് തന്നെയാണ്. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, DPP ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ മകൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കളിക്കോപ്പ് ഉണ്ടാക്കി തരാൻ വേണ്ടി എന്റെ അടുത്ത് വന്നു. അപ്പൊ എനിക്ക് അന്ന് അറിയുന്ന കളിക്കോപ്പുകൾ എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായ കളിക്കോപ്പാണ്. ഒരു മച്ചിങ്ങയുടെ മൊത്തി കളഞ്ഞ് അതിന്റെ നടുക്കൊരു ഈർക്കില കുത്തി, ഒരു ഈർക്കലിങ്ങനെ വളച്ച് ബലൂൺ പോലെ കുത്തി, ഇടയിൽ കൂടെ 2 ഈർക്കിൽ കയറ്റി തിരിച്ചപ്പെട്ട കടകടകാന്നൊരു പമ്പരം തിരിക്കും. അപ്പൊ അവൻ എന്നെ പുച്ഛിച്ച് ചിരിച്ചു. പിന്നെ ഞാൻ ഈ ഓലപ്പന്ത്, ഓലപ്പിക്ക് അങ്ങനെ പല സാധനം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് ഇതൊക്കെ വളരെ മോശം, ഞാൻ പോകില്ല. പിന്നീട് അവൻ ആവശ്യപ്പെട്ടൊരു കാര്യം, അത് സ്കൂളിലേക്കുള്ള കളിക്കോപ്പല്ല, മറ്റു പല കുട്ടികളുടെ കയ്യിൽ ഒരു കളിക്കോപ്പുണ്ട്. അത് മെഷീൻ ഗണ്ണാണ്. ഈ ചൈനീസ് മാർക്കറ്റിൽ വന്ന ഒരു തോക്കുണ്ട്. അത് വെടിയുണ്ട വരും, ദേഹത്ത് ഒന്ന് തറയ്ക്കും, പക്ഷെ മരിക്കൊന്നുമില്ല, വേദനിക്കൊന്നുമില്ല, തീയും പുകയൊക്കെ വരും, നിർത്താതെ വെടിയുണ്ടകൾ വരും. നല്ല രസമുള്ള തോക്കാണ്. സുരേഷ് ഗോപിയുടെ ഏതോ പടത്തിൽ ഉള്ളതുപോലെ ഒരു തോക്കാണ്. അത് അച്ഛനിക്ക് വാങ്ങിത്തരണമെന്ന്. അപ്പൊ അന്ന് എടപ്പാളിൽ ചൈന മാർക്കറ്റിൽ ഏതെടുത്താലും 69 രൂപ വിലയ്ക്ക് വാങ്ങാൻ പറ്റിയിരുന്നതിൽ ഈ ഒരു തോക്കുണ്ടായിരുന്നു. അപ്പൊ എന്റെ മകന്റെ ഒരു ആഗ്രഹം ഞാനെന്നെ സാധിച്ചു കൊടുക്കേണ്ടത് കരുതി ആ തോക്ക് അവർ വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അവരെന്നെ വെടിവെച്ചു. അപ്പൊ വെടിവെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മരിക്കുന്നപ്പോ തോക്കല്ലല്ലോ. ഞാൻ മരിച്ചില്ല. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വെടിവെച്ചാൽ മരിച്ചതുപോലെ കിടക്കണം, വെടിവെച്ചാൽ മരിക്കണമെന്നും. അപ്പൊ അവന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ വെടിവെച്ചപ്പോൾ കണ്ണ് തുറിച്ച് നാവ് തുറിച്ച് മരിച്ചതുപോലെ ഞാൻ അങ്ങനെ കിടന്നു. ആ കിടന്നതിലൊന്നും അല്ല കുഴപ്പം. അപ്പോൾ എന്റെ മകന്റെ ഒരു സന്തോഷം ഞാൻ കണ്ടു. അമ്മേ, ഞാൻ അച്ഛനെ വെടിവെച്ചു പോകുന്നു അവൻ പ്രഖ്യാപിച്ചു. പക്ഷെ അത് അപ്പോഴല്ല എന്നെ പേടിപ്പിച്ചത്. പിന്നീട് എപ്പോഴോ എന്നെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്റെ മകന്റെ കയ്യിൽ തോക്ക് കൊടുക്കുന്നത് ഞാനല്ല. എന്റെ മകന്റെ കയ്യിൽ തോക്ക് കൊടുത്തത് അവനെ പഠിപ്പിച്ച അധ്യാപകന്മാരല്ല, അവൻ പഠിച്ച വിദ്യാലയങ്ങളല്ല, അവനെ വളർത്തിയെടുത്ത മതങ്ങളല്ല. എങ്കിലും എന്റെ മകന്റെ കയ്യിൽ തോക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒക്കെ മക്കളുടെ കയ്യിൽ ബോംബും തോക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതല്ല. മതങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല, ദർശനങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും എവിടെയോ ഒരു സാധ്യത ഉണ്ടായി വരുന്നുണ്ട്. അത് ചെറിയ സാധ്യതയല്ല. ഒരുപക്ഷെ സാംസ്കാരിക രംഗത്ത് കേൾക്കുന്ന പേരുകളെക്കാൾ മൃഗം ഷാജുവിന്റെയും ക്ലാരി സതീഷിന്റെയും മുത്തൻപാലം രാജേഷിന്റെയും കോടാലി ശ്രീധരന്റെയും പേരുകൾ ഇന്ന് കൂടുതൽ മാധ്യമ രംഗങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒരു പത്രത്തിൽ ഞാൻ വായിച്ചത്, പ്രധാനപ്പെട്ട പത്രമാണ്, പത്രത്തിന്റെ പേരൊന്നും പറയില്ല. അദ്ദേഹം വളരെ കാലമായി കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ വളരെ ലാഘവത്തോടു കൂടിയാണ് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ പോലീസിന് അദ്ദേഹത്തെ സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല. നിരവധി തവണ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിദേശയാത്രയ്ക്ക് പോകാനിരിക്കെയായിരുന്നു മുത്തൂറ്റ് കേസിൽ അദ്ദേഹം പോലീസിന്റെ പിടിയിലായി. അത് വായിച്ചാൽ സ്വാഭാവികമായിട്ടുള്ള പോലീസ് എന്തൊരു തോന്നിയാസാണ് ചെയ്യുന്നത്. ഇല്ല, ഭാര്യയെ ഒന്നിച്ച് വിദേശയാത്രയ്ക്ക് പോകാൻ പുറപ്പെട്ടൊരു പാവം കൊണ്ടേ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇത് ബോധപൂർവം മാധ്യമങ്ങൾ എഴുതുന്നതായിരിക്കില്ല ഒരു പക്ഷേ ഇങ്ങനെ എഴുതിയും കണ്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ സമ്മതി നേടുന്നത് ക്രിമിനൽ വാസനകളാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ അത്രമാത്രം അവഗാഹമുള്ള ഒരാളല്ല. ഞാനതിനെ ഭയപ്പെടുന്നു.
ഞാൻ എന്റെ മകനെ ഉദാഹരണം തന്നെ പറയാം. എന്റെ മകൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ചാനലുകളിൽ ഒന്ന് ഈ റെസ്ലിംഗിന്റെ ഒരു ചാനലുണ്ടല്ലോ. ഈ ആളുകളെ അടിക്കുകയും തല പൊട്ടിക്കുകയും എടുത്ത് വലിച്ചെറിയുകയും കണ്ടിട്ട് എനിക്ക് പേടിയായി. ഒരാളെ തടിമാടനെ എടുത്ത് എറിഞ്ഞിട്ട് അയാളുടെ തല പൊട്ടി ചോരയെടുക്കുന്നു. അച്ഛൻ്റെ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞത്. അത് ശരിക്കും പൊട്ടിയിട്ടൊന്നുമില്ല, അത് ആക്ടിംഗ് ആണ്. അച്ഛന് വെറുതെ തോന്നുകയാണ്. എന്റെ മകൻ എനിക്ക് പറഞ്ഞു തന്ന അങ്ങനെ വേദനിക്കുന്നതായും മുറിയുന്നതായും അഭിനയിച്ച് എവിടെയോ ഹിംസയ്ക്ക് അറപ്പ് തീരുന്ന ഒരു സമൂഹം ഉണ്ടായി വരുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ചോര തെറിച്ചു വരുന്നു. ന്യൂസുകളിൽ നിന്ന് ചോര, പത്രം കുറ്റപത്രം പോലെ, രക്തമിറ്റുന്ന കുറ്റപത്രം പോലെ ദിവസവും കേൾക്കുന്ന ഹിംസ നിറഞ്ഞ, ദുരന്തങ്ങൾ നിറഞ്ഞ വാർത്തകൾക്കിടയിൽ നിന്ന് നല്ല വാർത്തകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. നല്ല വാർത്തകൾ, ഒരുമിച്ചിരിക്കുന്നതിന്റെ വാർത്തകൾ, സ്നേഹിക്കുന്നതിന്റെ വാർത്തകൾ ഇത് ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ലോകം അങ്ങനെ കെട്ടുപോയി എന്നൊരു വിശ്വാസമേ എനിക്കില്ല. ഞാൻ പൊന്നാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പൊന്നാനിക്കാർ അധികൃത്യ ശുഭപ്രതീക്ഷയുള്ളവരാണെന്നാണ് ശരി മുൻനിർത്തിക്കൊണ്ട് NV കൃഷ്ണവാര്യർ പറഞ്ഞത്. പൊന്നാനിക്കാർക്ക് ഒരൊറ്റ ദോഷമേ ഉള്ളൂ, അവർ ഇൻക്യൂറബിൾ ഓപ്റ്റിമിസം ഉള്ളവരാണെന്നാണ്. അധികൃത്യ ശുഭപ്രതീക്ഷ, ചികിത്സിച്ചാൽ ഭേദമാകാത്ത ശുഭപ്രതീക്ഷ. അത് സൂക്കറായിട്ടാണ് NV കൃഷ്ണവാര്യർ എന്ന് പറഞ്ഞത്. ചികിത്സിച്ചാൽ ഭേദമാകാത്ത ശുഭപ്രതീക്ഷ. അതായത് ശരി പറയും, ഇത് ഏത് ഇരുൾക്കുഴി മേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെയാണ്. എനിക്ക് രസം ഈ നിമ്നോന്നതമാം വഴിക്ക് പേരുരുൾ പായിക്കൽ. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാനിവയെ. വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ, വിയോഗമെന്തെന്നറിയാനരുതാത്ത അഭിഗ്ന സിദ്ധപ്രണയങ്ങൾ, ഒരിറ്റ് നിണവും വീഴാതെ അഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ. എനിക്ക് രസം അത്യാസന്നോദയ വികാര വിപ്ലവ ദൃശ്യങ്ങൾ, അഗാധ ഹൃദയ മഥനോദ്ധിത സൗന്ദര്യ പ്രതിഭാസങ്ങൾ. പൊന്നാനിക്കാരുടെ ഒരു നയപ്രഖ്യാപനമായി. എനിക്ക് രസം ഈ കൊണ്ടുപോയി നിറഞ്ഞ വഴിയിലൂടെ പോകലാണ്. ഏത് ഇരുട്ടിലേക്ക് പോയാലും ഞാൻ ഈ രശ്മികളെ വിടുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഇടശ്ശേരിയും ഗോവിന്ദനും അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ആളുകൾ, മക്തും പരമ്പരകളിൽ ഉള്ള ആളുകൾ, ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും രണ്ടാമനാണ് ഒരു ചരിത്ര പുസ്തകം ആദ്യമായിട്ട് കേരളത്തിൽ പോർച്ചുഗീസ് ആക്രമണത്തെ കുറിച്ച് എഴുതുന്നത്. അത് പൊന്നാനിയിലാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നത്, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ പൊന്നാനിയിൽ നിന്നുകൊണ്ട് പറയുന്നു, മനുഷ്യർ കേടുവന്നു പോയി എന്ന അഭിപ്രായം എനിക്കില്ല. മനുഷ്യർ കേടുവന്നില്ല, മനുഷ്യർ നല്ലവരാണ്. ആത്യന്തികമായി ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒന്ന് തൊട്ടു നോക്കുക, സ്നേഹത്തോടെ ഒന്ന് സ്പർശിച്ചാൽ കരഞ്ഞു പോകുന്ന പാവം മനുഷ്യന്മാരാണ് ആയുധങ്ങളിലേക്ക് നടന്നു പോകുന്നത്. എവിടെ വെച്ചാണ് ഇവരെ ഈ കൊലയിലേക്കും ആയുധത്തിലേക്കും വഴിതെറ്റിച്ചു വിട്ടത് എന്നാണ് നാം ആത്മപരിശോധന നടത്തേണ്ടത്. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ നമുക്ക് MES കോളേജ് പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുത്ത മൈത്രിയുടെ, സാഹോദര്യത്തിന്റെ ഇടങ്ങൾ പതുക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും നഷ്ടപ്പെട്ടു വരികയാണ്. കച്ചവടാധിഷ്ഠിതമായ, മത്സരാധിഷ്ഠിതമായ, എന്റെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത, എന്തിനും വില പറയുന്ന കച്ചവട സ്ഥാപനങ്ങൾ വളരുകയാണ്. അവിടെയാണ് MES പോലെ അതിനു മുമ്പുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും പോലെ മനുഷ്യനെ ധർമ്മത്തിലേക്കും നീതിയിലേക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മുംബൈയിലെ കലാപം ഒരു പക്ഷേ വെട്ടിമുറിക്കപ്പെട്ട ആളുകളുടെ ദൃശ്യമൊക്കെ TV കാണിച്ചു. ഒരാളെ നെടുക മുറിക്കുന്നു. പലയിടത്തും കലാപങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ കലാപങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ തന്നെ പാതിപ്രാണനായവരെ, വെട്ടറ്റ് വീണവരെ ആശുപത്രിയിൽ എത്തിച്ച ആളുകളുണ്ട്. ഇവരൊന്നും അവിടെ കിടന്ന് മരിച്ചിട്ടില്ല. മിക്കവാറും ഏത് ദുരന്തം നടന്ന സ്ഥലത്തും ഏത് കലാപം നടന്ന സ്ഥലത്തും ഓടിയെത്തി ആരൊക്കെയോ ഇവരെ താങ്ങി എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിക്കുകയും കുറെ പേര് രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറ ഈ വെട്ടിമുറിച്ചവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ മാധ്യമങ്ങൾ ഈ കൊല്ലുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ. പകരം കാണേണ്ട പലതുമുണ്ട്. ഇത് MES കോളേജുമായി ബന്ധപ്പെട്ട് പറയല്ല, കാണേണ്ട പലതുമുണ്ട്. ഞാൻ അടുത്ത് ഒരു ടാങ്കർ ലോറി അപകടം ഉണ്ടായില്ല, അതിൽ കുറെ ആളുകൾ മരിച്ചുപോയി. അതിൽ 2 പേർ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചത് ആ ടാങ്കർ ലോറി അപകടത്തിൽ നിന്ന് ആളുകൾ രക്ഷിക്കാൻ പോയിട്ടാണ്. ആ 2 പേരെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയണം. 2 മത്സ്യത്തൊഴിലാളികൾ ടാങ്കർ ലോറി കത്തിയപ്പോൾ രക്ഷിക്കാൻ പോയി മരിച്ചുപോയി എന്നറിയാം. പേര് പോലും ഓർക്കാൻ കഴിയുന്നത്. ഞാൻ എന്നെ കുറിച്ച് പോലും ചിന്തിക്കുക. ആ 2 പേരുടെ പേര് മറന്നുപോയി. അവരെന്നെ ഓർക്കേണ്ടിയിരുന്നത്, ഈ കൊന്നവരുടെ പേരെന്നെ ഓർക്കേണ്ടിയിരുന്നത്. ഇവിടെ വെച്ചാണ് നമ്മുടെ സംസ്കാരത്തിന് ഈ അപപാഠം ഉണ്ടായത്. ഇവിടെ വെച്ചാണ് നല്ല അധ്യാപകർ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇവിടെ വെച്ചാണ് സ്നേഹത്തിന്റെ പാഠങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ കഠിനമായ പ്രസംഗത്തിലേക്ക് കയറിയിരുന്നു. അങ്ങനെ കയറാൻ പാടില്ലാത്ത ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല പറയുന്നു. ഇത് ശീലദോഷം കൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ട്. ശീലദോഷം കൊണ്ട് വെളിച്ചപ്പെട്ട് തുടങ്ങും. വെളിച്ചപ്പെട്ട് തുടങ്ങിയാൽ ഞാൻ നിർത്താൻ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ വെളിച്ചപ്പെടുന്നില്ല. ഞാൻ വർത്തമാനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് അതൊരു സ്നേഹത്തിന്റെ കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സ്കൂളിൽ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ കുചേലവൃത്തം പഠിപ്പിച്ച കുട്ടീഷ് മാഷുണ്ടായിരുന്നു. മാഷ് കുചേലവൃത്തം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പറയും, ആഴിമകളും ഒരുമിച്ചൊരു നന്നായി ചൊല്ലും, ഒരു കട്ടിലിലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7-2 നന്നായിട്ട് ഇങ്ങനെ ചൊല്ലി വിലകുവാഴിയായ തമ്പുരാൻ ദൂരെ തന്റെ വയസ്സെന്നുള്ളതിന്റെ അർത്ഥം ക്ലാസ്മേറ്റിനാണ്. അത് സംസ്കൃത ഭാഗമാണ്. ആ ക്ലാസ്മേറ്റിനെ ദൂരെ കണ്ടു. കണ്ടാൽ എത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ട് ഉത്തരീയവുമുണ്ട്, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും
വിയർത്ത് കുളിച്ച് നാറി കുളിച്ച് ഒരു കുചേലത്തിലെ ഒരു ധർമ്മക്കാരൻ, ഒരു പിച്ചക്കാരൻ. അത് ധർമ്മക്കാരൻ എന്നാണ് ശരിയായ വാക്ക്. നമ്മൾ അങ്ങനെയാണ് പണ്ട് പറഞ്ഞത്, ധർമ്മക്കാരൻ എന്നാണ്. എല്ലാം ഉപേക്ഷിച്ച് കൈനീട്ടി നടക്കുന്നവനാണ് ശരിയായ ധർമ്മം പാലിക്കുന്നവൻ. വാരി കൂട്ടുന്നവനല്ല എന്ന് നമുക്ക് പണ്ട് അറിയാമല്ലോ. ആ ധർമ്മക്കാരൻ വരിക. അപ്പോൾ ഈ 7ാം മാളിക മുകളിൽ നിന്ന് ഓടിച്ചെന്ന് ആ വിയർപ്പ് നാറുന്ന സുഹൃത്തിനെ കെട്ടിപ്പുണർന്ന് കൊണ്ടുപോയി അവല് വാങ്ങി കഴിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാം. അന്നത്തെ ഇമെയിൽ ട്രാൻസ്ഫർ വഴി തന്റെ സ്വത്തിൽ പകുതി കുചേലന്റെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് കുചേലനെ തന്നെ പോലെ ആക്കി സന്തോഷിപ്പിച്ച് യാത്രയാക്കിയ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികൃഷ്ണ മാഷ് പറയും, ഇത് എഴുതിയത് രാമപുരത്ത് വാര്യരാണ്. രാമപുരത്ത് വാര്യർ മഹാദരിദ്രനായിരുന്നു. ഈ കുചേലന്റെ കഥ രാമപുരത്ത് വാര്യർ എഴുതാൻ കാരണം കുട്ടിയുടെ ഒരു കാര്യം മനസ്സിലാക്കാനാണ്. നിങ്ങളൊക്കെ വലുതാവും. ചില കുട്ടികൾ ശ്രീകൃഷ്ണന്മാരാവും, ഭരണാധികാരികളാവും. ചില കുട്ടികൾ അതിലും ഉയർന്നൊക്കെ പോകും. ചില കുട്ടികൾ കുചേലന്മാരും അതിൽ താഴെ ഉള്ളവരാവും. അങ്ങനെയൊക്കെ ആയാലും കുചേലനായി തീർന്ന കുട്ടിയെ ശ്രീകൃഷ്ണനായി തീർന്ന കുട്ടി ഒരിക്കലും മറക്കാൻ പാടില്ലാതെ പഠിപ്പിക്കാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. അങ്ങനെ കുബേരനായി ശ്രീകൃഷ്ണനായി തന്റെ കൊട്ടാരത്തിന്റെ അധികാരത്തിന്റെ തന്റെ ഏറ്റവും വലിയ പദവിയുടെ മുകളിലിരിക്കുന്ന കുട്ടി ഈ ജീർണിച്ച് നാറിയവനെ കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഈ കൃഷ്ണൻ ചെയ്തതുപോലെയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കും. മാഷ് ചോദിക്കും. അങ്ങനത്തെ മാഷന്മാരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ആ മാഷന്മാരാണ് ഒരാവശ്യവുമില്ലാതെ ചില ധർമ്മചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ അബുദാബിയിൽ നിന്നും കുട്ടികൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. നിങ്ങളൊക്കെ കുട്ടികളാണ്. ഇവിടെ വലിയവരായിട്ടില്ല, വലിയ പ്രതാപശാലി വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. നിസ്സാരപ്പെട്ട ആളുകളൊന്നുമല്ല. റഫീഖിനൊക്കെ പോലുള്ളതിരിക്കുന്ന വലിയ ഒരുപാട് ആളുകളെ പറയാം. അവരൊക്കെ നല്ല ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ 1ാം ക്ലാസ്സിലെ അധ്യാപകനെ പോലെ ഇവിടെ വരുമ്പോൾ എം സാറിന്റെ മുമ്പിൽ എത്തുമ്പോൾ എന്റെ മുണ്ട് അറിയാതെ ഞാൻ താളമടി അത് അറിയാതെ താഴ്ത്തി പോവും. റവനാഥ് സാറിനെ കാണുമ്പോൾ ഈ വിദ്യാലയത്തിന്റെ പടി കടക്കുമ്പോൾ സ്നേഹശീതളമായ ഒരു കാറ്റ് വന്ന് സ്പർശിക്കും. പെറ്റുമ്മയെപ്പോലെ അമ്മയെപ്പോലെ സ്നേഹിച്ചൊരു കലാലയം, ദാരിദ്ര്യം പങ്കുവെച്ച, ദുഃഖം പങ്കുവെച്ച, ഞങ്ങൾ അനാഥരല്ല എന്ന് തോന്നിപ്പിച്ച ഒരു കാലം, സ്വപ്നങ്ങൾ പങ്കുവെച്ചൊരു കാലം. അങ്ങനെയുള്ള കാലങ്ങളിൽ നിന്ന് നമ്മൾ വരികയാണ്. നമ്മളിവിടെ ഇന്ന് ആലോചിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽപ്പിന് വേണ്ടി, ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരിക. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ്. എത്ര കാലം നിലനിന്ന് പോകുമെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായിട്ട് ഇവിടെ ഒന്നും കാണാൻ മാത്രം ഉണ്ടോ? ഒരു ബ്ലോക്ക് ഇല്ല, ഇല്ല. കാണാൻ മാത്രം പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. അത് പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിൽ ലജ്ജ തോന്നുന്ന കാര്യം തന്നെയാണ്. 38,000-ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പല കാലങ്ങളിൽ ഈ മാതൃവാത്സല്യം നുണഞ്ഞു പോയിട്ടും നമ്മുടെ ഈ മാതൃകലാലയം വൃദ്ധസദനത്തിലേക്ക് മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് എന്ന് വരുന്നത് തീർച്ചയായും നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് ഭൂഷണമല്ല എന്ന് പറയാൻ വേണ്ടിയാ. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുകയും, നമ്മൾ പണ്ട്